പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്ത പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 47 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം ഇസ്രായേലെല്ലാം ഹെബ്രോനിൽ ദാവീദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞത്, ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമല്ലോ. മുമ്പേ ശൗൽ രാജാവായിരുന്ന കാലത്തും നീ ആയിരുന്നു നായകനായി ഇസ്രായേലിനെ നടത്തിയത്. നീ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു. ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു. ശമൂവേൽ മുഖാന്തരം യഹോവ അരുളി ചെയ്തതുപോലെ അവർ ദാവീദിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പിന്നെ ദാവീദും എല്ലാ ഇസ്രായേലും യെബൂസ് എന്ന യെരൂശലേമിലേക്ക് ചെന്നു. അവിടെ ദേശനിവാസികളായ യെബൂസ്യർ ഉണ്ടായിരുന്നു. യെബൂസ് നിവാസികൾ ദാവീദിനോട്, നീ ഇവിടെ കടക്കയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ദാവീദ് സിയോൻ കോട്ട പിടിച്ച് അതാകുന്നു ദാവീദിന്റെ നഗരം. എന്നാൽ ദാവീദ് ആരെങ്കിലും യെബൂസ്യരെ ആദ്യം തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാധിപതിയുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സെരൂയയുടെ മകനായ യോബാബ് ആദ്യം കയറി ചെന്ന് തലവനായി തീർന്നു. ദാവീദ് ആ കോട്ടയിൽ പാർത്തതുകൊണ്ട് അതിന് ദാവീദിന്റെ നഗരം എന്നു പേരായി. പിന്നെ അവൻ നഗരത്തെ മില്ലോ തുടങ്ങി ചുറ്റും പണിത് ഉറപ്പിച്ചു. നഗരത്തിന്റെ ശേഷമുള്ള ഭാഗം യോബാബ് കേടുതീർത്തു. സൈന്യങ്ങളുടെ യഹോവ തന്നോടുകൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായി തീർന്നു. ദാവീദിന് ഉണ്ടായിരുന്ന പ്രധാന വീരന്മാരാവിത്. ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് അവർ എല്ലാ ഇസ്രായേലുമായി രാജ്യത്വം സംബന്ധിച്ച് അവന്റെ പക്ഷം മുറുകെ പിടിച്ചു. ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ സംഖ്യയാവിധ 30 പേരിൽ പ്രധാനിയായി ഒരു ഹഖമോനിയന്റെ മകനായ യാശോബയാം. അവൻ 300 പേരുടെ നേരെ കുന്തമോങ്ങി ഒരേ സമയത്ത് അവരെ കൊന്നുകളഞ്ഞു. അവന്റെ ശേഷം അഹോഗ്യനായ ദോദോവിന്റെ മകൻ എലയാസർ. അവൻ 3 വീരന്മാരിൽ ഒരുത്തനായിരുന്നു. ഫെലിസ്ത്യർ പസ്ദെമ്മീമിൽ യുദ്ധത്തിന് കൂടിയപ്പോൾ അവൻ അവിടെ ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്നു. അവിടെ യവം നിറഞ്ഞ ഒരു വയലുണ്ടായിരുന്നു. പടജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ അവർ ആ വയലിന്റെ മധ്യേ നിന്ന് അതിനെ കാത്ത് ഫെലിസ്ത്യരെ വെട്ടിക്കളഞ്ഞു. യഹോവ അവർക്ക് വലിയൊരു ജയം നൽകി. ഒരിക്കൽ ഫെലിസ്ത്യരുടെ സൈന്യം റെഫായിം താഴ്വരയിൽ പാളയമിറങ്ങിയിരിക്കുമ്പോൾ 30 തലവന്മാരിൽ 3 പേർ പാറയിങ്കൽ അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അന്ന് ദാവീദ് ദുർഖത്തിലായിരുന്നു. ഫെലിസ്ത്യർക്ക് അക്കാലത്ത് ബെത്ലഹേമിൽ ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു. ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തി പൂണ്ടു പറഞ്ഞു. അപ്പോൾ ആ 3 പേരും ഫെലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ദാവീദോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ചൊഴിച്ചു. ഇത് ചെയ്യുവാൻ എൻ്റെ ദൈവം എനിക്ക് സംഗതി വരുത്തരുതേ. തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കാമോ? അവർ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചല്ലോ അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് അത് കുടിപ്പാൻ മനസ്സായില്ല. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോബാബിന്റെ സഹോദരനായ അബീശായി മൂവരിൽ തലവനായിരുന്നു. അവൻ 300 പേരുടെ നേരെ കുന്തമോങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ ആ മൂവരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. ഈ മൂവരിൽ 2 പേരേക്കാൾ അധികം മാനം അവൻ പ്രാപിച്ച് അവർക്ക് നായകനായി തീർന്നു. എന്നാൽ അവൻ മറ്റേ മൂവരോളം വരികയില്ല. കപ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബെനായാവും വീര്യപ്രവൃത്തികൾ ചെയ്തു. അവൻ മോബാബിലെ അരീയേലിന്റെ 2 പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്നൊരു സിംഹത്തെയും കൊന്നുകളഞ്ഞു. അവൻ 5 മുഴം പൊക്കമുള്ള ദീർഘകായികനായ ഒരു മിസ്രായിമിനെയും സംഹരിച്ചു. ആ മിസ്രായിമിന്റെ കയ്യിൽ നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെ ഒരു കുന്തം ഉണ്ടായിരുന്നു. ഇവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രായിമിന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ടവനെ കൊന്നുകളഞ്ഞു. ഇവ യഹോയാദയുടെ മകനായ ബെനായാവ് ചെയ്തു. 3 വീരന്മാരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിലും മാനമേറിയവനായിരുന്നു. എങ്കിലും മറ്റേ മൂവരോളം വരികയില്ല. ദാവീദ് അവനെ അകമ്പടി നായകനാക്കി. സൈന്യത്തിലെ വീരന്മാരോ യോവാബിന്റെ സഹോദരനായ അസാഹേൽ, ബെത്ലഹേമ്യനായ ദോദോവിന്റെ മകൻ എൽഹാനാൻ, ഹരോന്യനായ ഷമോത്ത്, പെലോന്യനായ ഹേലസ്, തെക്കോവിനായ കേശിന്റെ മകൻ ഈര,
അനാദോത്യനായ അബിയേസർ, ഹൂഷാദ്യനായ സിബേഖായി, അഹോഹ്യനായ ഈലായി, നെതോഫാത്യനായ മഹനായി, നെതോഫാത്യനായ ബാനയുടെ മകൻ ഹേലത്ത്, ബെന്യാമിനരുടെ ഗിബയിൽ നിന്നുള്ള റീബായിയുടെ മകൻ ഇദ്ദായി, പരാദോന്യനായ ബെനായാവ, നഹലോഹാസിൽ നിന്നുള്ള ഹൂരായി, അർബാത്യനായ അബീബേൽ, ബഹരൂമിനായ അസ്മാബേത്ത്, ഷയൽബോന്യനായ എൽഹാബ, ഗീസോന്യനായ ഹാഷേമിന്റെ പുത്രന്മാർ, ഹരാരിനായ ഷാഖയുടെ മകൻ യോനാഥാൻ, ഹരാരിനായ സാഖാരിന്റെ മകൻ അഹിയാം, ഊരിന്റെ മകൻ എലീഫാൽ, മെഖേരാത്യനായ ഹേഫർ, പെലോന്യനായ അഹിയാവ്, കർമേലിനായ ഹെസ്രോ, എബ്സായിയുടെ മകൻ നയരായി, നാഥാന്റെ സഹോദരൻ യോവേൽ, ഹഗ്രിയുടെ മകൻ ബിബ്ഹാർ, അമോനിനായ സേലക്, സെരൂയുടെ മകനായ യോബാവിന്റെ ആയുധവാഹനായ ബെരോത്യൻ നഹ്രായി, ഇത്രീയനായ ഈര, ഇത്രീയനായ ഗാരേബ്, ഹിത്തിനായ ഊരിയാവ്, അഹ്ലായിയുടെ മകൻ സാബാദ്, രൂബേന്യരുടെ സേനാപതിയും 30 പേർ അകമ്പടി ഉള്ളവരുമായി, രൂബേനായ ഷീസയുടെ മകൻ അദീന, മയഖായുടെ മകൻ ഹാനാൻ, മിഥ്യനായ യോസേഫാത്ത്, അസ്തേരത്തിനായ ഉസിയാവ്, അരോവേര്യനായ ഹോദാമിന്റെ പുത്രന്മാരായ ഷാമ, എയിയേൽ, ഷിംറിയുടെ മകനായ എദീയായേൽ, തീസ്യനായി അവന്റെ സഹോദരനായ യോഹ, മഹവ്യനായ എലിയേൽ, എൽനാമിന്റെ പുത്രനായ എരീബായി, യോസബ്യാവ്, മോബാവ്യൻ ഇത്മ, എലിയേൽ, ഓബേദ്, മെസോബ്യനായ യാസിയേൽ എന്നിവർ തന്നെ. വായിച്ചതായ തിരുവചനങ്ങൾ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായി തീരട്ടെ. ആമേൻ.